ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതൊക്കെ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. എന്താ മാമാ കേട്ടി കേട്ടാ നമുക്ക് എന്ത് വേഷം കിട്ടിയാൽ എന്താ? ഞാൻ കരുതിയില്ല അവർക്കൊരു ടിക്കറ്റ് വിൽക്കാൻ പറ്റുമെന്ന്. നീ ലോട്ടറിക്കാർക്കൊരു ഭാഗ്യമാണ് മോളെ. വേറെന്തോ കണ്ടുവച്ചിട്ടുണ്ട്. ഞാനിപ്പോ വരാം സാറേ കേട്ടോ. എവിടെ പോയിരിക്കായിരുന്നു? ഞാൻ മേളിലുണ്ടായിരുന്നു. ആ പ്ലംബർ ഒന്നും വരില്ലേ? എന്തിന്? അടുക്കളപ്പുറത്ത് എന്തോ പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഞാനത് മറന്നുപോയി. അയാൾ കുറച്ച് കഴിഞ്ഞ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ മാണിക്കുഞ്ഞെ, വല്ല മേളക്കാരോ കാവടിക്കാരോ ആണോ വരുന്നേ? മേളക്കാരും കാവടിക്കാരും വരാൻ ഇവിടെ എന്താ ഉത്സവം നടക്കുന്നുണ്ടോ? ആ, ഉത്സവം തന്നെയല്ലേ നടക്കുന്നേ. പക്ഷേ ആചാരങ്ങൾ ഇന്നുവരെ ആരും പറഞ്ഞു കേൾക്കാത്താണെന്നേ ഉള്ളൂ. ലോകത്തിൽ ആദ്യമായിട്ടായിരിക്കും ചെറുക്കൻ വീട്ടുകാരെ പഠിക്കാൻ വേണ്ടി പെണ്ണെഴുന്നള്ളുന്നതും നമ്മളിങ്ങനെ ഓച്ചാനിച്ച് നിൽക്കുന്നതും. ഓച്ചാനിച്ച് നിക്കണോന്ന് ആരാ പറഞ്ഞേ? നമ്മള് നമ്മുടെ വീട്ടിൽ കഴിയുന്നു, അവരൊരു അതിഥിയായിട്ട് വരുന്നു, അത്രേ ഉള്ളൂ. എന്തായാലും നാട്ടുകാർക്ക് പറഞ്ഞു ചിരിക്കാൻ ഒരു കഥയായി. ഇനിയിപ്പോ കാലം കുറേ കഴിഞ്ഞാലും കളരിക്കൽ കുടുംബത്തിനെ കുറിച്ച് ആൾക്കാർക്ക് പറഞ്ഞു ചിരിക്കാലോ അല്ലേ? അയ്യോ, അങ്ങനെയൊന്നും പറയല്ലേ ഉദയേട്ടാ. എഴുന്നള്ളുന്നതേ ഏതോ വലിയ മഹാരാജാവിന്റെ മകളാ. തമ്പുരാട്ടി വന്ന് നോക്കിയിട്ട് നമ്മളൊന്നും ഇഷ്ടപ്പെട്ടില്ലെങ്കിലേ ആ നിമിഷം തന്നെ നമ്മളെ ചിലപ്പോ തൂക്കിക്കൊല്ലാൻ വിധിച്ചേക്കും. പിന്നെ നാട്ടുകാരുടെ മുമ്പിലൊക്കെ മുത്തശ്ശിക്ക് എന്താ ഗൗരവം. എന്നിട്ടൊന്നും അല്ല തുരുത്തിയുടെ മുന്നില് തല കുനിച്ച് നിക്കാൻ വന്നിരിക്ക. ഞാൻ തലയുയർത്തിപ്പിടിച്ച് തന്നെയാ നിൽക്കുന്ന കീർത്തിമോളെ. അല്ല, ഇവിടെ എന്താ ചർച്ച? വേറൊന്നും അല്ല അമ്മേ, നാണം കെട്ടിട്ടാണെങ്കിൽ തൊലി ഉരിയാണ് നമ്മുടെ. കളരിക്കൽ കുടുംബം ഇത്ര ഗതികെട്ടു പോയോ? വേറൊരുത്തി ഇവിടെ വന്ന് മാർക്കിടാൻ കാത്തിരിക്കാനായിട്ട്. നിർമ്മല ഒരു കാര്യം ചെയ്യേ, ഈ നാണക്കേട് സഹിച്ച് ഇവിടെ നിക്കണ്ട, എത്രയും പെട്ടെന്ന് തിരിച്ചു പോയിക്കോ. ആ, അല്ലെങ്കിലും അത് തന്നെയാ എന്റെ തീരുമാനം. ഞാനില്ല ഒന്നിനും. അമ്മ എന്ത് പണിയെ കാണിച്ചേ? എന്തിനാ തിരിച്ചു പോവാന്ന് മുത്തശ്ശിയോട് പറഞ്ഞേ? അയ്യോ, പോകുന്നത് തന്നെയാ മോളെ നല്ലത്. ഇനി അവള് വന്ന് ഹുങ്കും ധിക്കാരൊക്കെ കാണിച്ചാ ഞാൻ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അവളുടെ മുന്നിൽ വെച്ച് ഇവര് നമ്മളെ ഇറക്കി വിടുന്നതിനേക്കാളും നല്ലത് ഇപ്പോഴേ നമ്മൾ അങ്ങോട്ട് പോന്നല്ലേ. അമ്മയ്ക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കാവോ? നമ്മൾ ഇവിടെ വന്നത് എന്തിനാ? ഏതെങ്കിലും വിധത്തിൽ അവൾക്ക് അനിഷ്ടം ഉണ്ടാക്കി അവളെ പറഞ്ഞു വിടാന്ന് പറഞ്ഞിട്ടല്ലേ? അല്ലേ അച്ഛാ? നിർമ്മലേ, വേറെ ഒരു കാര്യത്തിലും നിന്നെ എനിക്ക് വിശ്വാസമാണ്. പക്ഷെ ആൾക്കാരെ തമ്മിലെടുപ്പിക്കാനും ഒരാളെ പെട്ടെന്ന് മൂഡ് ഓഫ് ആക്കാനുള്ള നിന്റെ ആ പ്രത്യേക കഴിവില്ലേ, അതിലെനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ആ ഗാഥാ ശ്രീനിവാസ് വന്ന ഇന്ന് തന്നെ നീ അവളെ പടിയിറക്കി വിടുമെന്ന് കരുതി ഞാൻ സന്തോഷിച്ചിരിക്കുമ്പോഴാ നീ പിന്നെ ഇങ്ങനെ തുടങ്ങിയ. അമ്മ എന്താ ഉദ്ദേശിക്കുന്നേ? അവസാനം അമ്മ എന്നോട് കൈമലർത്തി കാണിക്കോ? ശരി, അപ്പൊ പിന്നെ ഞാൻ പോകുന്നില്ല. എന്താ നിർമ്മലേ, നീ പോകുന്നില്ലേ? എന്താ നീ പോകുന്നില്ലേ? അമ്മ, അത് പിന്നെ നവീൻ മോന്റെ കല്യാണക്കാര്യം നടക്കുമ്പോ ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ പിന്നെ നാട്ടുകാർ അതും ഇതും പറയില്ലേ? അതൊന്നും നീ കാര്യാക്കണ്ട, നീ ഇറങ്ങിക്കോ. ആഹാ, ഞാൻ ഇവിടുന്ന് ഇറങ്ങിപ്പോൻ ഒരു കാരണം അന്വേഷിച്ച് നടക്കുമായിരുന്നല്ലേ അമ്മ? എന്നാ പിന്നെ ഞാനിപ്പോ അങ്ങനെ പോകുന്നില്ല അല്ലേ ഉദേട്ടാ? ആ, അതല്ലേ അതിന് ശരി. അത് മാത്രമല്ല, ഗാഥമോള് നമ്മുടെ വീട്ടിലേക്ക് വന്നു കയറുമ്പോ നമ്മൾ കുടുംബക്കാരെ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് അറിഞ്ഞാ അത് മോശമല്ലേ അമ്മേ? ഓ, അപ്പൊ ഉദയന് കാര്യങ്ങൾ അറിയാം. ആ കുട്ടി ഇവിടെ വന്ന് തിരിച്ചു പോകുന്നതുവരെ കളരിക്കൽ കുടുംബത്തിലെ ഓരോ അംഗവും മാന്യമായിട്ട് വേണം അവളോട് പെരുമാറാൻ. അല്ലാതെ എന്തെങ്കിലും സംഭവിച്ചാലേ അതിന്റെ നടപടി ഒട്ടും വൈകില്ല. അമ്മയുടെ ചില നേരത്തെ സംസാരങ്ങൾ കേൾക്കുമ്പോഴാ. ആ, എന്തായാലും എഴുന്നള്ളത്തൊക്കെ നടക്കട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അകത്തേക്ക് വരും.
സിനി, മാം കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ. പറഞ്ഞു കൊടുത്തിട്ടുണ്ട് മാം. ചിലരൊക്കെ ഇവിടുന്ന് പോകാനുള്ള കാരണങ്ങൾ കൂടി പറഞ്ഞു കൊടുത്തേ. ശരി, വരൂ. എന്തു പറ്റി? ഞാനിതൊക്കെ ആദ്യമായിട്ട് കാണുന്ന മാഡം. ഇതെന്താ ഇത്? ടി വി ആണോ? ദേ, ആദ്യമായിട്ടാ കാണുന്നതെന്ന് മാഡത്തിനോട് പോയി പറയണ്ട കേട്ടോ. ആ നിമിഷം പറഞ്ഞു വിടും. അയ്യോ, മാഡത്തിന് മകൾക്ക് ഇഷ്ടപ്പെട്ട ചില വിഭവങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ ഒരു ലിസ്റ്റ് ഞാൻ തരാം. അതൊക്കെ ഉണ്ടാക്കാൻ പഠിക്കണം. എല്ലാ ദിവസവും ഒരുപോലെയല്ല, ഓരോ ദിവസം വേറെ വേറെ. പിന്നെ ഭക്ഷണത്തിന്റെ ടേസ്റ്റിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ പെരുമാറ്റം. മാഡം പറയുന്ന വാക്കുകൾക്കെതിരായിട്ട് ഒന്നും പറയാൻ പാടില്ല. 1 2 ആഴ്ച മാഡം നോക്കും. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പറഞ്ഞോടും. അയ്യോ, ഇഷ്ടപ്പെട്ട സ്വപ്നം കാണുന്നതിൽ മേലെയോ നിങ്ങളുടെ ശമ്പളം. മനസ്സിലായോ? ഈശ്വര, അടുക്കള ഇതാണെങ്കിൽ കിടന്നുറങ്ങണ മുറിയുടെ അവസ്ഥ എന്തായിരിക്കും? ഭാഗ്യവാന്മാര്. സാറേ സാറേ ശരി, ഒരു ലോട്ടറി എടുക്ക് സാറേ. ഓ വേണ്ട മോളെ, ആ ഒരു തവണ ഒന്ന് എടുത്ത് നോക്ക് സാറേ. ഒരു തവണ എടുത്തു നോക്കുന്നവരെ അഡിക്റ്റ് ആവുന്നു, അതുകൊണ്ട് വേണ്ട. ആ മാഡം ഒരു ടിക്കറ്റ് എടുക്കും മാഡം. സാറിനോ മാഡത്തിനോ ഭാഗ്യമുണ്ടെങ്കിൽ അടിച്ചൂടുന്നില്ലല്ലോ. പറഞ്ഞത് മനസ്സിലായില്ലേ? ഞങ്ങൾക്ക് വേണ്ട. മോളുടെ പേരെന്താ? സാന്ദ്ര. നല്ല സുന്ദരി കുട്ടിയാട്ടോ. താങ്ക് യു ചേച്ചി. ദേ ഇതിൽ എത്ര 3 ഉണ്ടെന്ന് നോക്കി. 4. കൊള്ളാം, മോളും ഉണ്ടായിരുന്നേ. മാഡം, കുഞ്ഞുങ്ങള് കളങ്കില്ലാത്തവരല്ലേ, ഭാഗ്യമുള്ളവരല്ലേ? മോളുടെ നാവിന്ന് വന്നൊരു നമ്പരല്ലേ മാഡം? ചുമ്മാ ഒരു 50 രൂപയെങ്കിലും മുടക്കി നോക്ക്. ചിലപ്പോ മോളുടെ ഭാവിക്ക് അതങ്ങ് ഉപകരിച്ചാലോ. മാഡം അമ്പലത്തിൽ പോയി തൊഴാറില്ലേ? ദൈവത്തിനോട് ചില കാര്യങ്ങളൊക്കെ പറയാറില്ലേ? ദൈവം ചിലപ്പോ ഈ നമ്പര് കുഞ്ഞിനെ കൊണ്ട് പറയിപ്പിച്ചതാണെങ്കിലോ? ഒരു വഴിപാടിന്റെ കാശല്ലേ ഉള്ളൂ. മതി മതി, അതിങ്ങ് തന്നേക്ക്. ഹാ, 1 എണ്ണം വേണോ 2 എണ്ണം വേണോ? 1 എണ്ണം മതി. താങ്ക് യു ചേച്ചി. ഇത് അടിക്കുമല്ലോ അല്ലേ? എന്താ അടിക്കും, ഉറപ്പായിട്ടും അടിക്കും കേട്ടോ. പോട്ടെ മോളെ. ഇത് കൊള്ളാലോ മോളെ. ഇതൊക്കെ എന്നെ കൂടെ ഒന്ന് പഠിപ്പിച്ചു തരണം കേട്ടോ. എന്താ മാമാ, ഗതി കെട്ടാൻ നമുക്ക് എന്ത് വേഷം കിട്ടിയാലും എന്താ? ഞാൻ കരുതിയില്ല അവർക്കൊരു ടിക്കറ്റ് വിൽക്കാൻ പറ്റുമെന്ന്. നീ ലോട്ടറിക്കാർക്കൊരു ഭാഗ്യമാണ് മോളെ.